സോഷ്യൽ മീഡിയയിൽ അനന്തമായി സമയം ചെലവഴിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കും ബ്രെയിൻ റോട്ട് സംഭവിച്ചിരിക്കാം. എന്താണ് ബ്രെയിൻ റോട്ട്? ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി 2024 വേർഡ് ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തിരിക്കുന്ന പദമാകുന്നു ബ്രെയിൻ റോട്ട് എന്നത്. 2 ആഴ്ചകളിലായി നടത്തിയ പബ്ലിക് വോട്ടിൽ 6 വേർഡ്സുകളെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി 37,000 വോട്ടുകൾ നേടി ഒന്നാമതായി എത്തിയ പദമാകുന്നു ബ്രെയിൻ റോട്ട്. കാരണം ഈ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച സെർച്ച് ചെയ്തിട്ടുള്ള ഒരു പദം കൂടിയായിരുന്നു ബ്രെയിൻ റോട്ട്. എന്താണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം? നിലവാരമില്ലാത്ത ലോ ക്വാളിറ്റിയുള്ള കണ്ടന്റുകളുടെ സ്വാധീനം വ്യക്തികളുടെ മാനസിക ഭൗതിക നിലവാരത്തിൽ ഉണ്ടാക്കുന്ന അപജയം എന്നാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഹെൻറി ഡേവിഡ് തോറയുടെ 1854 പ്രസിദ്ധീകരിച്ച ദ വാൽഡൻ എന്ന പുസ്തകത്തിലാണ് ഈ വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അധികരിച്ചു വരുന്ന നിലവാരം കുറഞ്ഞ കണ്ടന്റുകൾ മനുഷ്യ മസ്തിഷ്കത്തിൽ തന്നെ മാറ്റം വരുത്തുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ. നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. സമാനമായിട്ടുള്ള കണ്ടന്റുകൾ നിരന്തരം കാണുമ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ നുണകൾ സൃഷ്ടിച്ചു വിടാൻ മാത്രം ഒട്ടനവധി ഫാക്ടറികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം നുണകളെ പ്രചരിപ്പിക്കാൻ നിരവധി വാട്സപ്പ് യൂണിവേഴ്സിറ്റികളും ഇന്ന് നിലവിലുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ ഒഴിവു സമയങ്ങളിൽ വിരസത മാറ്റാൻ വേണ്ടി ഇൻ്റർനെറ്റിൽ സോഷ്യൽ മീഡിയയും നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയാണ്. അതിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ അതിൽ ഭാഗവാക്കാണ്. 2023 മുതൽ 2024 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 230% വർധനവാണ് ഇൻ്റർനെറ്റ് ഉപയോഗത്തിൽ വന്നിട്ടുള്ളത്. ബ്രെയിൻ റോട്ട് സംഭവിച്ചിരിക്കുന്ന ആളുകളിൽ കാണുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ പറയുന്നത്, ബ്രെയിൻ റോട്ട് സംഭവിച്ച ആളുകളിൽ അറ്റൻഷൻ സ്പാൻ പ്രയാസത്തിലാവും. അഥവാ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാകും. They have less concentration. They can't do deep work. അല്പം സമയമെടുത്ത് ശ്രദ്ധയോടെ ചെയ്യേണ്ട ഡീപ്പ് വർക്കുകൾ എടുക്കാൻ അവർക്ക് പ്രയാസമാകും. ഇത്തരക്കാർ നിരന്തരമായുള്ള സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ തന്നെ അതൊരു വെരി പെയിൻഫുൾ ആയിട്ട് അവർക്ക് അനുഭവപ്പെടും. മാത്രമല്ല, ഡിസ്റപ്റ്റ് ദെയർ സ്ലീപ്പ് ഹൈജീൻ, സുഖകരമായ ഉറക്കത്തെ അത് ബാധിക്കുന്നു. കാരണം രാത്രിയിൽ നല്ലൊരു സമയവും സ്ക്രോളിംഗ് ആൻഡ് വാച്ചിങ് ദ വീഡിയോസ്. എന്നാൽ സുദീർഘമായ ഡിജിറ്റൽ ടൈം കഴിഞ്ഞ് വരുന്നവരോട് ക്യാൻ യു ടെൽ മീ വൺ വീഡിയോ യു റിമെമ്പർ? ഇത്രയും നേരം നിങ്ങൾ കണ്ടതിൽ നിങ്ങൾക്ക് എന്ത് അറിവാണ് ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഓർത്തെടുക്കാൻ പോലും പ്രയാസപ്പെടുന്നതായി കാണുന്നു. കാരണം അവർ ബ്രെയിൻ മാറ്റർ ഈസ് ഡിമിനിഷിങ്, അവർ മെമ്മറീസ് ആർ ഡിമിനിഷിങ്, അവർ അറ്റൻഷൻ സ്പാൻസ് ആർ ഡിമിനിഷിങ്. നിരന്തരമായുള്ള നെഗറ്റീവ് കണ്ടന്റുകൾ കാണുന്നത് മുഖേന, നിരന്തരമായുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം മുഖേന നമ്മുടെ അറ്റൻഷൻ സ്പാൻ പോലും കുറഞ്ഞു വരുന്നു. ഇതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് ഉപയോഗം ഒരു നിലക്കും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ കാണുന്ന സന്ദർഭങ്ങളിൽ അതിനെ 2ആയി വിഭജിക്കാം. കാണുന്ന കണ്ടന്റുകൾ 80% മീനിങ് ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ വല്ല അറിവുകളും നമുക്ക് അതിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. 20% കണ്ടന്റുകൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ മക്കളോട് ഇത്തരം കാഴ്ചകൾ കണ്ടതിന് ശേഷം, സോഷ്യൽ മീഡിയ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും നേരം കണ്ടതിൽ നിന്ന് എന്ത് ലഭിച്ചു എന്ന ചോദ്യം നിരന്തരം ചോദിക്കുക. അത് അവരെ കൂടുതൽ മീനിങ് ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ പരിഹാരം
സെറ്റ് ലിമിറ്റ്. സോഷ്യൽ മീഡിയ ടൈമിന് നമുക്കൊരു പീരിയഡ്, ഒരു നിശ്ചിത സമയം നിർണ്ണയിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്, സെറ്റ് ടെക് ഫ്രീ ടൈം ആൻഡ് സോൺസ് ഇൻ അവർ ഹോം. നമ്മുടെ വീടുകളിൽ മൊബൈൽ ഉപയോഗം, സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗം, ഇത്തരം ഉപയോഗങ്ങൾ ടെക് ഫ്രീ ടൈം നമുക്ക് നിർണ്ണയിക്കാം. ഇന്ന സമയത്ത് ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ മൊബൈൽ ഉപയോഗം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ സെറ്റ് ടൈം ടെക് ഫ്രീ ടൈം ആൻഡ് സോൺ. ചില ഏരിയകളും നമുക്ക് നിശ്ചയിക്കാം. പ്രത്യേകിച്ച് ദിസ് ഈസ് ഫോർ അവർ ഫാമിലി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. നമ്മുടെ വീട്ടിലെ ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ മൊബൈൽ ഉപയോഗമോ സോഷ്യൽ മീഡിയ ഉപയോഗമോ നമ്മൾ നടത്തുകില്ല എന്ന് തീരുമാനിക്കാം. മാത്രമല്ല, സദാസമയം വീട്ടിൽ ഒഴിവു സമയത്ത് അടഞ്ഞുകൂടിയിരിക്കുന്നതിന് പകരം ഗെറ്റ്സ് ഔട്ട്സൈഡ്, പുറത്തേക്കൊന്ന് യാത്ര പോവുക, കൂട്ടുകാരുമായി സോഷ്യലൈസ് ചെയ്യുക എന്നതൊക്കെ ഇതിനുള്ളൊരു പരിഹാരമാണ്.